നമ്മൾ പത്രം വായിക്കുന്നുണ്ട്, ടെലിവിഷൻ മാധ്യമങ്ങളിലൂടെ മറ്റ് വിവരങ്ങൾ അറിയുന്നുണ്ട്, വിവരങ്ങൾ തേടിപ്പിടിക്കുന്നുണ്ട്. അത് നമ്മളുടെ ഇഷ്ടമാണ്, അറിയാനുള്ള സ്വാതന്ത്ര്യമാണ്. എന്നാൽ ഈ വിവരം എന്ന് പറയുന്ന അവകാശമാണോ? അതെൻ്റെ റൈറ്റ്, എനിക്ക് ഭരണഘടനാപരമായിട്ട് കിട്ടുന്ന ഒരുപാട് നിയമ അവകാശം, അങ്ങനൊരു അവകാശമുണ്ടോ? അതുപോലെ സർവീസ്, ഇപ്പോൾ നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥർ എല്ലാവരും, ഭൂരിഭാഗം മലയാളികളും സർക്കാർ ഉദ്യോഗസ്ഥരെ പറ്റി മോശം പറയും, ഞാൻ കേട്ടിട്ടുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥർ അഴിമതിക്കാരാണെന്ന് പറയുന്നുണ്ട്. അവർ അഴിമതിക്കാരാണോ? അവരുടെ സർവീസ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ലഭിക്കേണ്ടതാണ്? ഇത്തരമൊരു ചർച്ചകൾ പലപ്പോഴും നടക്കാറുണ്ട്. എന്നെ കാണാനായിട്ട് ഇന്നലെ ഒരു സ്നേഹിതൻ, ഒരു വളരെ സീനിയറായിട്ടുള്ളൊരു മനുഷ്യനെ കാണാൻ വന്നു. അദ്ദേഹം സംസാര കൂട്ടത്തിൽ പറഞ്ഞു, അദ്ദേഹം ഒരു SP ഓഫീസിൽ നിൽക്കുകയാണ്. അപ്പം പെട്ടെന്നൊരു ഉദ്യോഗസ്ഥൻ വന്നിട്ട് പറഞ്ഞു, സാർ മാറൂ, SP പുറത്തോട്ട് വന്നു. അപ്പോൾ അയാൾ ചോദിച്ചു, ഞാനെന്തിനു മാറണം? അദ്ദേഹത്തിന് മാർഗ്ഗതടസ്സം ഞാൻ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റാണത്, നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഞാനത് ഒരു ആക്സിഡൻ്റലായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞത്, പെട്ടെന്ന് അവിടെ ഒരു കൺഫ്രണ്ടേഷനായി. SP ഇറങ്ങി വന്നു, എന്താ സംഭവം ചോദിച്ചു. അപ്പോൾ ഈ മനുഷ്യൻ SP പറഞ്ഞു, സാർ ഞാനിവിടെ നിൽക്കുകയാണ്, അങ്ങനെ കാണാമെന്നാണ്, അങ്ങ് പുറത്തേക്ക് പോകുന്നു. പെട്ടെന്ന് ഈ ഉദ്യോഗസ്ഥൻ എന്നെ തള്ളി മാറ്റുകയാണ്, ഞാനെന്തിനു മാറണം? ചോദ്യമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. സത്യമല്ലേ? നമ്മളെന്തിനാ അദ്ദേഹത്തെ കണ്ട് മാറണം, വഴി മാറണം? ഇത് ജനാധിപത്യ രാജ്യമാണ്. നമ്മൾ കൊടുക്കുന്ന നികുതി പണം, നമ്മളൊരു ഉപ്പ് തൊട്ട് കർപ്പൂരം വാങ്ങും നീതി കൊടുക്കുന്നുണ്ട്. ഈ പണമാണ് ഖജനാവിലേക്ക് പോകുന്നത്. ഈ പണമെടുത്താണ് ഈ പറയുന്ന സാഹചര്യങ്ങളൊക്കെ ഒരുക്കുന്നത്. ഈ ചെയ്യുന്ന തൊഴിലിൻ്റെ ശമ്പളം നമ്മൾ കൊടുക്കുന്ന നികുതി പണമാണ്. നമ്മളെ സേവിക്കാനാണ് ഈ പോസ്റ്റുകളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിലെ പ്രൊമോഷനാണ് ഇതെല്ലാം. SP, SI എന്നൊക്കെ പ്രൊമോഷനാണ്, സിസ്റ്റമാണ്, അങ്ങനെയാണല്ലോ പോകുന്നത്. അപ്പം നമ്മളെന്തിനാ അവരെ കണ്ട് മാറണം? വളരെ പ്രസക്തമായ ചോദ്യം. SP പറഞ്ഞു, സാറ് പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞ് കടന്നുപോയി. അപ്പം സർവീസ് എന്ന് പറയുന്നത് റൈറ്റാണോ? അത് നമ്മുടെ അവകാശമാണോ? വലിയ ചോദ്യമാണ്. ഇത് രണ്ടും അവകാശപ്പെടുത്തിയ രണ്ട് നിയമങ്ങളെപ്പറ്റിയാണ് സംസാരിക്കുന്നത്. ഒരിക്കൽ കൂടി എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും കാണുന്നതും കേൾക്കുന്നതും എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, റൈറ്റ് ടു സർവീസ് ആക്ട്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയിട്ട് 2025 ആയപ്പോൾ 20 വർഷമായി. 20 വർഷത്തിൻ്റെ ആഘോഷം 2005 പാർലമെൻറ്റ് പാസ്സാക്കിയതാണ്. എന്താണ് അറിയാനുള്ള അവകാശം? എന്തറിയാനുള്ള അവകാശം? എന്താണ് അറിയാനുള്ള അവകാശം? അതെങ്ങനെ അറിയും? വിപ്ലവകരമായ നിയമമാണ്, ഒരു സംശയവും. കേരളത്തിലെ പല അഴിമതികളും പുറത്തു വരുന്നത്, പല രാഷ്ട്രീയക്കാരും ഉന്നത ഉദ്യോഗസ്ഥരും ഒക്കെ ഭയത്തോടു കൂടി ജോലി ചെയ്യുന്നത്, തങ്ങളെ മോണിറ്റർ ചെയ്യാനൊരു സംവിധാനമുണ്ടെന്ന് മനസ്സിലാക്കി ജോലി ചെയ്യുന്നത് ഈ നിയമം ഉണ്ടായതുകൊണ്ടാണ്. ഇപ്പോൾ ഒരു പഞ്ചായത്ത് റോഡ്, ഞാനിരിക്കുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തൊരു കോൺക്രീറ്റ് റോഡാണ്. ഇത് പഞ്ചായത്ത് ചെയ്യുന്നതാണ്. ഇതിന് ഉപയോഗിച്ച സിമൻറ്റ് എത്രയാണ്? ഇതിന് ഉപയോഗിച്ച മെറ്റൽ എത്രയാണ്? ഇതിന് എത്ര ദിവസം പണിയെടുത്തു? ആരാണ് കോൺട്രാക്ടർ? എത്ര രൂപയ്ക്കാണ് എസ്റ്റിമേറ്റ് എന്നെനിക്കിപ്പോൾ അറിയാം. ഒരു വെള്ള പേപ്പർ എടുത്ത് 10 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ച്, പോസ്റ്റൽ സ്റ്റാമ്പല്ല, കോട്ട് ഫീസ് സ്റ്റാമ്പ് ഒട്ടിച്ച്, ഇത് ഞാൻ നിൽക്കുന്ന പഞ്ചായത്തിലെ എല്ലാ പഞ്ചായത്തിലും, എല്ലാ സർക്കാർ ഓഫീസുകളിലും റൈറ്റ് ടു ഇൻഫർമേഷൻ ഓഫീസർ എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാളുടെ പേരൊന്നും നമുക്ക് അറിയണമെന്നില്ല, പേരോ അഡ്രസ്സോ ഒന്നും വേണ്ട. ഇപ്പോൾ മാവേലിക്കര അല്ലെങ്കിൽ ചെത്തിനാട് പഞ്ചായത്താണെങ്കിൽ, അല്ലെങ്കിൽ ചെന്നിത്തല പഞ്ചായത്താണെങ്കിൽ, ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ഓഫീസർ -- പഞ്ചായത്ത് ഫ്രം വിനോദ് മാത്യു വിൽസൺ, അഡ്രസ്സ് എഴുതി കൊടുക്കുക. സാർ, എനിക്ക് ഇന്ന വില്ലേജിൽ, ഇന്ന സ്ഥലത്ത്, ഇന്ന പഞ്ചായത്തിൽ കോൺക്രീറ്റ് റോഡ് നിർമ്മിച്ചിട്ടുണ്ട്. എന്നാണ് നിർമ്മിച്ചത്? അതിൻ്റെ ടെൻഡർ നടപടി എങ്ങനെയാണ് പൂർത്തീകരിച്ചത്? കോൺട്രാക്റ്റ് എടുത്തത് ആരാണ്? എത്ര രൂപയ്ക്കാണ് അടങ്കൽ കൊടുത്തത്? എത്ര രൂപയുടെ സിമൻറ്റ്? എത്ര രൂപയുടെ കമ്പി? എത്ര രൂപയുടെ മെറ്റൽ? മൊത്തം ഡീറ്റെയിൽസ് കിട്ടുകയാണ്. ഇത് മറച്ചു വെക്കാൻ കഴിയില്ല, മൂടി വെക്കാൻ കഴിയില്ല. വിപ്ലവകരമായ നിയമമല്ലേ? ഒരുപാട് വാർത്തകൾ പുറത്തേക്ക് വരുന്നത് ഈ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ടാണ്. ഒരു സാധാരണക്കാരന് ചെയ്യാം, ഏതൊരാൾക്കും ഒരു അപേക്ഷ കൊടുക്കാം. 10 രൂപയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. 30 ദിവസം ആണ് സമയം, 13 ഡേയ്സ്. നിങ്ങൾ ഒരു സർക്കാർ ഓഫീസിലേക്ക് നിങ്ങളൊരു അപേക്ഷ എഴുതി കൊടുത്താൽ 30 ദിവസത്തിനകത്ത് നിങ്ങൾക്ക് ഇൻഫർമേഷൻ തന്നിരിക്കണം. 30 ദിവസത്തിനുള്ളിൽ തരുന്നില്ല എങ്കിൽ എന്താണ് നടപടി? 30 ദിവസം തരുന്നില്ല എങ്കിൽ ആർക്കാണോ നമ്മളിത് കൊടുത്ത് അയാളുടെ തൊട്ടുമേലുള്ള അപ്പീൽ അധികാരിക്ക് ഇത് ഫയൽ ചെയ്യണം. ഇപ്പോൾ ഓഫീസിൽ തന്നെ ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുള്ള ഒരു അപ്പീൽ അതോറിറ്റി ഉണ്ട്, അയാൾക്ക് കൊടുക്കാം. അവിടെ നിന്ന് ലഭിക്കുന്നില്ല എങ്കിൽ സ്റ്റേറ്റ് ഇൻഫർമേഷൻ ഓഫീസർക്ക് കൊടുക്കുക. എന്നിട്ട് ഈ ഇൻഫർമേഷൻ നമുക്ക് തരാൻ അദ്ദേഹം ഓർഡർ ഇട്ടാൽ
ഈ ആദ്യം നമുക്ക് തരാതിരുന്ന ഉദ്യോഗസ്ഥന് ഫൈൻ ഈടാക്കേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ ശമ്പളത്തിൽ നിന്ന് ഉൾപ്പെടെ ഫൈൻ പിടിക്കും. അപ്പോൾ ഇത് തരാതിരിക്കാൻ കഴിയില്ല. പിന്നെ ഇത് ആർക്ക് തരാം? എല്ലാ നിയമങ്ങളും എല്ലാ വിവരങ്ങളും നമുക്ക് തരേണ്ടതാണോ? അല്ല. അപ്പോൾ നമുക്കറിയാം ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന രാജ്യത്തിന് അഭിമാനകരമായ ഒരു ഓപ്പറേഷൻ നമ്മുടെ രാജ്യം നടത്തി, നമ്മുടെ സൈനികർ നടത്തി. നാളെ എഴുതി പ്രതിരോധ ഓഫീസിലേക്ക് അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ പ്രതിരോധ നമ്മുടെ ഓഫീസിലേക്ക് ഒരു ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിൽ എത്ര ബോംബുകൾ അല്ലെങ്കിൽ എത്ര വെടിക്കോപ്പുകൾ ഉപയോഗിച്ചു, എത്ര പീരങ്കികൾ ഉപയോഗിച്ചു, എത്ര സൈനികരെയാണ് അവിടെ ഇതൊന്നും അറിയാൻ കഴിയില്ല. കാരണം അത് രാജ്യത്തിൻ്റെ പ്രതിരോധമാണ്. അതുപോലെ ഇപ്പം എൻ്റെ ബാങ്കിൽ എത്ര രൂപ ശമ്പളം, എത്ര രൂപ കിടപ്പുണ്ട്, എൻ്റെ ബാങ്ക് അക്കൗണ്ട്സ് എത്രയാണ്, അതിൽ എത്ര രൂപ ഞാൻ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട്, അത് വേറെ ആൾക്ക് അറിയാൻ കഴിയില്ല. അത്തരത്തിൽ തേർഡ് പാർട്ടി ഇൻഫർമേഷൻ അറിയാൻ കഴിയില്ല. സ്വകാര്യ വ്യക്തികൾ ചെയ്യുന്നത് അറിയാൻ കഴിയില്ല. ബാക്കി ഗവൺമെൻറ് നമ്മുടെ നികുതിപ്പണം ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുന്ന, നമ്മുടെ നികുതിപ്പണം ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അറിയാൻ കഴിയുന്ന വിപ്ലവകരമായ നിയമം. ഉദാഹരണം, എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ആലപ്പുഴയിലാണ്, കൈനകരിയിലാണ് അവൻ താമസിക്കുന്നത്. അവിടെ കൈനകരിയിൽ അറിയാലോ, കുട്ടനാട്ടിലെ വെള്ളം വളരെ ദുർബലമായിട്ട് കിട്ടുന്ന ദൗർലഭ്യമുള്ള സ്ഥലമാണ്. വെള്ളം ചുറ്റുമുണ്ടെങ്കിലും കുടിക്കാൻ കഴിയുന്ന മലിനമല്ലാത്ത ജലം കിട്ടുക വളരെ അപൂർവമാണ്. അപ്പോൾ കൈനകരിയിലെ കുട്ടനാട്ടിലെ മനുഷ്യർക്കെല്ലാം വേണ്ടി വെള്ളം സംഭരിക്കാൻ വലിയൊരു സംഭരണി അവർ ഉണ്ടാക്കി, പഞ്ചായത്ത് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ആ വെള്ളം മലിനപ്പെട്ടു. അത് പട്ടിയും അല്ലെങ്കിൽ പൂച്ചയും ഒക്കെ വൃത്തികേടാക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ക്ഷുദ്രജീവികൾ വന്നു കിടന്ന് വെള്ളത്തിന് നാറ്റം സംഭവിച്ചു. ഇത് ആരും നോക്കുന്ന പോലുമില്ല. ഒരു കുഞ്ഞു പയ്യൻ, അവൻ്റെ സുഹൃത്താണ്, ഒരു വീഡിയോഗ്രാഫറാണ്. അവൻ പതുക്കെ ഇറങ്ങി ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്ന നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് അവൻ ചില അപേക്ഷകൾ കൊടുത്തു. എന്നാണ് ഈ പഞ്ചായത്തിൽ ഇങ്ങനെയൊരു സംഭരണി ഉണ്ടായത്? ഇത് എപ്പോഴൊക്കെ ശുദ്ധീകരിക്കുന്നുണ്ട്? ഇതെവിടെയാണ് ശുദ്ധീകരിച്ച വെള്ളം? ഇതെവിടെ നിന്നാണ് ഈ വെള്ളം സംഭരിക്കുന്നത്? ഇതിൻ്റെ കാലാനുസൃതമായിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യപ്പെടുന്നുണ്ട്. പ്രതിസന്ധിയിലായി. സൈബർ അവൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കരമായ ഭീഷണിപ്പെടുത്തലുകൾ. നീ ആരെയാണ് പഠിപ്പിക്കാൻ നടക്കുന്നത്? നീ ആർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്? അവൻ പറഞ്ഞു, ഞാൻ ആർക്കും വേണ്ടിയാണ്. എൻ്റെ വീട്ടിലേക്ക് വന്ന പഞ്ചായത്തിൻ്റെ വെള്ളം പൈപ്പ് തുറന്നപ്പോൾ നാറ്റം അനുഭവിച്ചു. എൻ്റെ മുമ്പിലൊരു നിയമമുണ്ട്, ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ ജനാധിപത്യപരമായ വിപ്ലവകരമായ നിയമത്തിനടിച്ച് ചില ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങൾ തന്നെ അസ്വസ്ഥപ്പെടുത്തി അത് പരിശോധിച്ചു. ഇപ്പോൾ ആ ജലസംഭരണി വളരെ ശുദ്ധീകരിച്ച വെള്ളം കുടിക്കാനുള്ള അവസരം ഒരുക്കി. ആര് കാരണം? ഈ നിയമം കാരണം. അങ്ങനെ എത്രയോ സന്ദർഭങ്ങൾ, എത്രയോ സാഹചര്യങ്ങൾ കേരളത്തിൽ ഞെട്ടിക്കുന്ന ഇൻഫർമേഷൻസുകളൊക്കെ റൈറ്റ് ടു ഇൻഫർമേഷൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കറിയാം, പല ഗവൺമെൻറ്റിൻ്റെ പല ആഘോഷ പരിപാടികൾ, ഗവൺമെൻറ് മുൻകൈയെടുത്ത് നടത്തുന്ന ചില സുപ്രധാന പരിപാടികൾ, അതിൽ ചിലവഴിയ തുകകളെ പറ്റിയുള്ള വർത്തമാനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഏതൊരു സാധാരണക്കാരനും ഉപകരിക്കാൻ കഴിയുന്ന ഒരു ആയുധമാണ്. ഇതിന് മിസ്യൂസ് ചെയ്യപ്പെടുന്നവരുമുണ്ട്. ഇപ്പോൾ ചില മനുഷ്യരുണ്ട്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിവിസ്റ്റുകൾ എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുള്ള മനുഷ്യർ. ഏതെങ്കിലുമൊക്കെ കടക്കാരൻ അല്ലെങ്കിൽ ഷോപ്പുകാരനെതിരെ ചില ഇൻഫർമേഷൻ ചോദിച്ചുകൊണ്ട് അപേക്ഷ കൊടുക്കും. അത് കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും വയലേഷൻ ഉണ്ടെങ്കിൽ ആ കടയിലെത്തി ബ്ലാക്ക് മെയിൽ ചെയ്ത് കാശുണ്ടാക്കുന്നവരുമുണ്ട്. പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊക്കെ ഇതിൻ്റെ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്, സാഹചര്യത്തിൽ. പക്ഷേ ഇങ്ങനൊരു നിയമം അത് വിപ്ലവകരം. പക്ഷേ ഈ നിയമത്തെ അടിച്ചമർത്താൻ വേണ്ടി കേരളത്തിൻ്റെ പുറത്തൊക്കെ റൈറ്റ് ടു ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ട ആക്ടിവിസ്റ്റുകളെ ഒരുപാട് പേരെ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഗൗരി ലങ്കേഷ് അടക്കമുള്ള മനുഷ്യർ, നമുക്കറിയാം, വരവറാവു എന്ന് പറയുന്ന മനുഷ്യൻ, ആന്ധ്രയിലൊക്കെയുള്ള, അവർ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിവിസ്റ്റുകളാണ്. അതായത് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ അത്തരം ആക്ടിവിസ്റ്റുകൾ വളരെ കുറവാണ്. പക്ഷേ നമ്മൾ നോർത്ത് ഇന്ത്യ ഭാഗത്തോട്ടൊക്കെ പോകുമ്പോൾ, പ്രത്യേകിച്ച് ആദിവാസികളും ഗ്രാമീണരും ഒക്കെ താമസിക്കുന്ന സ്ഥലത്തൊക്കെ ഗവൺമെൻറ്റുകളും ഗവൺമെൻറ് മിഷണറികളുമൊക്കെ തോന്നിവാസം കാര്യങ്ങൾ ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഭൂമികൾ ഏറ്റെടുത്ത് സാധാരണക്കാരൻ്റെ, പാവപ്പെട്ടവരുടെ ഭൂമികൾ ഒരു സുപ്രഭാതത്തിൽ ചെന്ന് ഏറ്റെടുക്കുന്ന സാഹചര്യം, ഒരു നിയമപരമായ സാധുതയുമില്ലാത്ത രീതിയിൽ ഡോക്യുമെൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഈ ആക്ടിവിസ്റ്റുകളൊക്കെ റൈറ്റ് ടു ഇൻഫർമേഷൻ പ്രകാരം അപേക്ഷ കൊടുക്കുകയും അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുകയും അതുമായി ബന്ധപ്പെട്ട് കോടതികളിൽ പോവുകയും ചെയ്തു. ഇത് വലിയ മാഫിയ സംഘങ്ങളെ ഭയപ്പെടുത്തി. അവർ ആക്ടിവിസ്റ്റുകളെ കൊന്നുകളയുന്ന സാഹചര്യം പോലും. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിവിസ്റ്റുകളായിട്ടുള്ള മനുഷ്യർ കഴിഞ്ഞ ഈ ആക്ട് വന്നതിന് ശേഷം 82 പേരാണ് ഇന്ത്യയിൽ കൊല്ലപ്പെട്ടത്. അതായത് റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്ന പാർലമെൻറ്റ് കൊടുത്ത അധികാരം, ആ അധികാരം ഉപയോഗിച്ച്, അറിയാനുള്ള അവകാശം ഉപയോഗിച്ച് ഈ നാട്ടിൽ നടക്കുന്ന, ഇന്ത്യയിൽ നടക്കുന്ന, സ്റ്റേറ്റുകളിൽ നടക്കുന്ന ക്രിമിനൽ ആക്റ്റുകളെപ്പറ്റി ചോദ്യങ്ങൾ ചോദിച്ചതിൻ്റെ ഭാഗമായി 82-ലധികം മനുഷ്യർ കൊല്ലപ്പെട്ട രാജ്യം കൂടിയാണ്. നമ്മളിതുവല്ലോ അറിയുന്നുണ്ടോ? അപ്പോൾ വിപ്ലവകരമായ നിയമമാണ്. പിന്നെ ഞാൻ കൂടത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ തേർഡ് പാർട്ടി ഇൻഫർമേഷൻ അറിയാൻ കഴിയില്ല. പ്രതിരോധവുമായി ബന്ധപ്പെട്ട, രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട,
അല്ലെങ്കിൽ ചില അങ്ങനത്തെ വളരെ സ്വകാര്യമായിട്ടുള്ള വിവരങ്ങളല്ലാത്ത എല്ലാ കാര്യങ്ങളും ഒരു സാധാരണ മനുഷ്യന് ഭൂമിയിൽ ഈ ഭാരതത്തിൽ ജീവിച്ച് അന്തസ്സായി ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും അറിയാവുന്ന ഏറ്റവും വിപ്ലവകരമായ നിയമം. എത്ര പേർ അത് പഠിക്കുന്നുണ്ട്, എത്ര പേർ ഇത് വായിക്കുന്നുണ്ട്, എത്ര പേർ അറിയാൻ ശ്രമിക്കുന്നുണ്ട് എന്നെനിക്കറിയില്ല. ഇതുപോലെയാണ് മറ്റൊരു നിയമമാണ് റൈറ്റ് ടു സർവീസ് എന്ന് പറയുന്നത്. വളരെയറിയാം, പണ്ടൊരു ചെരുപ്പിൻ്റെ പരസ്യം ഞാൻ ഓർക്കുകയാണ്. ഗവൺമെൻറ് ഓഫീസിൽ ഒരു കാര്യം നടത്താൻ വേണ്ടി സ്ഥിരമായി പോകുന്നൊരു മനുഷ്യൻ നടന്ന് ചെരുപ്പിൻ്റെ ബാറ് തേഞ്ഞു എന്ന് പറയുന്ന ഒരു ടാഗ് ലൈൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചെരുപ്പിൻ്റെ പരസ്യം ഇങ്ങനെയാണ്: ഈ മനുഷ്യൻ സർക്കാർ ഓഫീസിലേക്ക് നിരന്തരം പോവുകയാണ്, എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ചെരുപ്പ് തേയുന്നില്ല. ആ ചെരുപ്പിനെ പറ്റിയൊരു പരസ്യമാണ്. അപ്പോൾ ചെരുപ്പ് തേയുന്നത് വരെ പോകുന്നതായിരുന്നു സർക്കാർ ഓഫീസെന്നാണ് നമ്മുടെയൊക്കെ വിചാരം. ഒരു കാര്യം നടത്തി കിട്ടണമെങ്കിൽ ചെരുപ്പ് തേയണം. അതൊരു പ്രയോഗമാണ്. സർക്കാർ ഓഫീസിൽ നമുക്കറിയാം, അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്താണ്, ഇന്ന് വാ, ചുമ്മാ അങ്ങ് പറഞ്ഞാൽ പോരെ, നാളെ വാ, അന്നല്ലേ പറ്റും, മറ്റന്നാ വാ, സാറിന്നില്ല, സാറ് കല്യാണത്തിന് പോയി, സാറ് കുഞ്ഞിൻ്റെ സ്കൂളിൽ പോയി, സാറ് ഭാര്യയുടെ കൂടെ യാത്ര പോയി, സാറ് ലീവാണ്, അല്ലെങ്കിൽ ആ സെക്ഷൻ ഇരിക്കുന്ന സാറ് തീരുമാനിക്കും. അവിടെ ചെല്ലുമ്പോൾ അയാൾ പറയും ആ സെക്ഷനിലാണ്. ആർക്ക് പ്രതികരിക്കാൻ പറ്റും? കാരണം ഇവരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയാൽ, ഇവരെ ആക്ഷേപിച്ചാൽ, അസഭ്യം പറഞ്ഞാൽ കേസാവും. സർക്കാർ ജീവനക്കാരനെ ആക്ഷേപിച്ചതിന് കേസ് റിമാൻഡിൽ പോകും, ഒന്നും ചെയ്യാൻ കഴിയില്ല, പിറ്റേ ദിവസവും പോകും. പിന്നെ സാധാരണക്കാർ ചെയ്യാൻ പറ്റുന്നത് ഏതെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥരെ വിളിക്കുക, രാഷ്ട്രീയക്കാരെ വിളിക്കുക, സ്വാധീനത്തിന് വഴിപ്പെടുക. ചിലർ കൈക്കൂലി ആവശ്യപ്പെടും, അത് കൊടുക്കും. അപ്പോൾ ഇതൊരു മാഫിയ സംഘമായി മാറുന്ന സാഹചര്യം വന്നു. അപ്പോഴാണ് റൈറ്റ് ടു സർവീസ് ആക്ട് എന്ന് പറയുന്ന നിയമം പാസ്സായത്. 2013 റൈറ്റ് ടു സർവീസ് ആക്ട് വരുന്നത്. എന്താണ് റൈറ്റ് ടു സർവീസ്? സേവനം അവകാശപ്പെടുത്തി. അതായത് ഇപ്പം എനിക്കൊരു ജനന സർട്ടിഫിക്കറ്റാണ് വേണ്ടതെങ്കിൽ, എനിക്കൊരു മരണ സർട്ടിഫിക്കറ്റാണ് വേണ്ടതെങ്കിൽ, എനിക്കൊരു ജാതി സർട്ടിഫിക്കറ്റാണ് വേണ്ടതെങ്കിൽ, എനിക്കൊരു വരുമാന സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ, അല്ലെങ്കിൽ എനിക്കൊരു പാസ്പോർട്ടാണ് വേണ്ടതെങ്കിൽ, എനിക്കൊരു പോലീസ് അതോറിറ്റിയിൽ നിന്നൊരു ക്യാരക്ടർ സർട്ടിഫിക്കറ്റാണ് വേണ്ടതെങ്കിൽ, അല്ലെങ്കിൽ എനിക്കൊരു കേസിൽ എൻ്റെ സുഹൃത്ത് വിട്ട് അതിൻ്റെ FIR ആണ് വേണ്ടതെങ്കിൽ ഒക്കെ അറിയാൻ കഴിയുന്ന സർവീസിനെ അവകാശമാക്കി മാറ്റിയ റൈറ്റ് ടു സർവീസ് ആക്ട്. നമ്മൾ പോയി ഒരു അപേക്ഷ കൊടുത്താൽ, ഡേറ്റ് ഇട്ട് ഒരു അപേക്ഷ കൊടുത്താൽ, ഇത്രാം തീയതിക്കുള്ളിൽ നിങ്ങൾക്ക് തരുമെന്ന് റെസിപ്റ്റ് തരണം, ചോദിച്ചു വാങ്ങണം. നമ്മളൊരു പഞ്ചായത്ത് ഓഫീസിൽ, ഒരു RDO ഓഫീസിൽ, ഒരു വില്ലേജ് ഓഫീസിൽ, ഒരു താലൂക്ക് ഓഫീസിൽ, അങ്ങനെ സർക്കാർ ഇതിൻ്റെ ഏത് സ്ഥാപനത്തിൽ പോയാലും ഞാനൊരു അപേക്ഷ കൊടുത്താൽ ആ അപേക്ഷയിന്മേൽ ഒരു നോട്ട് എഴുതും: സർ, ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് താങ്കൾക്ക് ഇത്രാം തീയതി ഇത്ര മണിക്ക് ലഭിക്കും. എത്ര പേർക്ക് ഇപ്പോഴും അതറിയാമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോഴും സർക്കാർ ഓഫീസുകളിൽ പോയി സ്വാധീനത്തിന് വഴിപ്പെടുന്ന, അല്ലെങ്കിൽ കൈക്കൂലി കൊടുക്കാൻ ശ്രമിക്കുന്ന, ഉന്നത ഉദ്യോഗസ്ഥരെ ആരെങ്കിലും വിളിച്ചു പറഞ്ഞിട്ട് പോകാൻ ശ്രമിക്കുന്ന മനുഷ്യർ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട്. സാധാരണക്കാരൻ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 2 നിയമങ്ങളാണ്. ഈ നിയമങ്ങൾ മൂലം, ഞാൻ പറഞ്ഞത്, ഞാൻ എപ്പോഴും സംസാരിക്കുന്നത് സാധാരണ മനുഷ്യന് വേണ്ടിയാണ്. എത്രയോ മനുഷ്യർ ഇപ്പോൾ ഒരു വീട് വെക്കാനായിട്ട്, പ്രത്യേകിച്ച് പഴയ സിനിമകൾ കണ്ടാൽ, വിദേശത്തു നിന്നൊക്കെ വന്ന് ചെറിയ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ തുടങ്ങാൻ ചില മനുഷ്യർ നമ്മുടെ നാട്ടിൽ വരും. നാട്ടിൽ വന്നു കഴിഞ്ഞ് അവൻ്റെ എല്ലാ സ്വപ്നങ്ങളും അവൻ ഈ നാട്ടിൻ്റെ ഭാവിക്ക് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി വിനിയോഗിക്കാൻ വേണ്ടിയായിരിക്കും വരിക. നാട്ടിൽ ഒരു ബിസിനസ് ചെയ്ത് ജീവിക്കാൻ, ഒരു ചെറിയ സംവിധാനം ചെയ്യാൻ വേണ്ടി. ഇവിടെ വന്നു കഴിയുമ്പോൾ പലതരം ഡോക്യുമെൻറ്റ്സുകൾ ആവശ്യപ്പെടും, പലതരത്തിലുള്ള രേഖകൾ ആവശ്യപ്പെടും. എത്രയോ ദിവസങ്ങൾ കയറി ഇറങ്ങി നടന്നു. അവസാനം ഇതങ്ങ് നശിച്ചു പോകട്ടെന്ന് വിചാരിച്ച് ഇതെല്ലാം കളഞ്ഞു പോകുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവർക്കൊക്കെ ഈ റൈറ്റ് ടു സർവീസ് എന്ന് പറയുന്ന നിയമം ഉപയോഗപ്പെടുത്താം. ലോണുകൾ എടുക്കാൻ പോകുമ്പോൾ, ഡോക്യുമെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യും സമയത്ത്, ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ സമയത്ത്, അല്ലെങ്കിൽ ഒരു ബിസിനസ്, ഞാൻ പറഞ്ഞ ബിസിനസ് സംരംഭകനായിട്ടൊരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ്, അതിനെല്ലാം കൃത്യമായിട്ടുള്ള നിശ്ചിതമായ സമയം കൊടുക്കുക എന്ന് പറയുന്നത് ഈ നിയമത്തിൻ്റെ 2 പ്രത്യേകതയാണ്. അപ്പോൾ ഈ 2 പ്രധാനപ്പെട്ട നിയമങ്ങൾ നമ്മുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന 2 നിയമങ്ങളാണ്. ഇതിൻ്റെ കൂട്ടത്തിലൊരു നിയമം കൂടെ പറഞ്ഞു പോകാം, കൺസ്യൂമർ നിയമം. നമ്മളെപ്പോഴും ഒരു കൺസ്യൂമറാണ്. ഞാൻ ഓർക്കുന്നത്, ഞങ്ങൾ കൺസ്യൂമർ നിയമമൊക്കെ പഠിക്കുമ്പോൾ ഓർക്കുന്ന ഒരു കേസ് ലോ ഉണ്ട്. അന്ന് റൈനോൾസ് എന്ന് പറയുന്നൊരു പേനയുണ്ട്. അതിൻ്റെ പേനയ്ക്ക് 1 രൂപയാണ് തുടങ്ങിയ സമയത്തെ വില, വർഷങ്ങൾക്ക് മുമ്പാണ്. 1 രൂപയുടെ ഒരു പേന ഒരാൾ വാങ്ങിച്ചു, അത് തെളിയാത്ത സാഹചര്യം ഉണ്ടായി. കൺസ്യൂമർ നിയമം 86 വന്നതിന് ശേഷമാണ്, അതിന് ശേഷമാണ് ഈ കേസ് ഉണ്ടാകുന്നത്. 1 രൂപയുടെ പേനയാണ്. ആ മനുഷ്യൻ കൺസ്യൂമർ കോടതിയിൽ കേസ് കൊടുത്തു, കമ്പനിക്കെതിരെ കേസ് വിധിയായി. ഇപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് എൻ്റെ ഒരു പ്രൊഫഷണൽ ജീവിതവുമായി ബന്ധപ്പെട്ട് കൺസ്യൂമർ കോടതി ഒരു വിധി ഉണ്ടായി. അതൊരു സാധാരണ മനുഷ്യൻ, ഒരു പ്രായമുള്ള മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ മകളെ കെട്ടിക്കാൻ വേണ്ടി അക്കൗണ്ടിൽ പൈസ ഇട്ടതാണ്. അദ്ദേഹത്തിൻ്റെ ഫോൺ കോളിലേക്ക് ഒരു മ്യൂച്വൽ കമ്പനി വിളിക്കുന്നു, എന്നിട്ട് പറയുകയാണ്, കുറേ ഓഫറുകൾ കൊടുക്കുകയാണ്, സാർ ഇത്ര ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ ഇത്ര കൊല്ലം കഴിയുമ്പോൾ. അദ്ദേഹം നോക്കിയപ്പോൾ പ്രായമുള്ള മനുഷ്യനാണ്, വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. ഫോണിലേക്ക് വന്ന സന്ദേശമാണ്. വിളിച്ച് അദ്ദേഹത്തെ സ്ഥിരം ശല്യപ്പെടുത്തി. അദ്ദേഹം നോക്കിയപ്പോൾ 2 ലക്ഷം രൂപയാണ് മകൾക്ക് വിദ്യാഭ്യാസത്തിനും അവരുടെ കല്യാണത്തിനൊക്കെ വേണ്ടി കൂട്ടിവെച്ച പണമാണ്. 5 വർഷത്തേക്ക് അത് ഇൻവെസ്റ്റ് ചെയ്താലും മകൾക്ക് ആ സമയം കല്യാണപ്രായവും ഉന്നത വിദ്യാഭ്യാസ സമയവും എത്തും. തീരുമാനിച്ചു അയാൾ കൊണ്ടുവന്ന് മ്യൂച്വൽ
ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു. പിന്നീടാണ് അറിയുന്നത് ആ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഫോണിൽ കൂടെ പറഞ്ഞ ടേംസ് ആൻഡ് പോളിസികളെ അല്ല, മാർക്കറ്റിൻ്റെ ഫ്ലക്ച്വേഷൻ വരുന്നതനുസരിച്ച് ഇതിൻ്റെ പലിശകളെല്ലാം കുറയുന്ന രീതിയിലാണ് അത് പോയത്. അങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട്. ഇതൊന്നും പക്ഷേ ഇദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തിരുന്നില്ല. അദ്ദേഹം വന്നു സമീപിച്ചു എന്ന് പറഞ്ഞു സാർ. അവസാനം അദ്ദേഹം പണം ആവശ്യപ്പെട്ടപ്പോൾ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കും 25,000 രൂപയാണ്. അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള കോൺട്രാക്റ്റുകളുമായി ബന്ധപ്പെട്ട് കൊടുത്തില്ല. അങ്ങനെ ജില്ലാ കോടതി വിധിച്ചു. കമ്പനി അപ്പീൽ പോയി സ്റ്റേറ്റ് ഫോറം അനുകൂലമായിട്ട് വിധിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. നമ്മൾ പണം കൊടുത്ത് ഉപയോഗിക്കുന്ന എല്ലാ സർവീസുകളും നമ്മൾ കൺസ്യൂമറാണ്. ഒരു സാധനം വാങ്ങിക്കുമ്പം അതിൻ്റെ തൂക്കം എത്രയാണ്, അതിൻ്റെ അളവ് എത്രയാണ്, അതിലുപയോഗിച്ച ഇൻഗ്രീഡിയൻസ് അതിലുണ്ടോ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണോ, ഇതെല്ലാം കൺസ്യൂമറിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അപ്പോൾ കൺസ്യൂമർ കോടതികൾ നമ്മുടെ നാട്ടിൽ ഉണ്ട്. കൺസ്യൂമർ ആക്ട് ഉണ്ട്. ആരാണ് കൺസ്യൂമർ, എന്താണ് കൺസ്യൂമറിസം? പണ്ട് നമുക്കറിയാം ഒരുപാട് ആഡുകൾ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമാണ്. ആ നിയമത്തിൽ പുതിയ അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. ആ അമെൻമെൻറ്റിൽ വളരെ വ്യക്തമായ മറ്റൊരു കാര്യം പറയും. നമുക്കറിയാം ഒരുപാട് സിനിമാ താരങ്ങൾ വന്നിട്ട് ഞാൻ ഗ്യാരണ്ടി എന്നൊക്കെ പറയും. ചില എണ്ണയൊക്കെ ഉപയോഗിച്ചിട്ട് വലിയ മുടിയൊക്കെ ഉള്ള നടിമാർ വന്നിട്ട് പറയും ഈ എണ്ണ തേച്ചതുകൊണ്ട് വന്നതാണെന്ന് പറയുന്ന ചില സിനിമാ നടിമാരുണ്ട്. ഞാൻ ഗ്യാരണ്ടി എന്നാണ് പറയുന്നത്. അപ്പം അതുപോലും ഒരു കാലത്ത് ജനങ്ങൾ കബളിപ്പിക്കപ്പെടാൻ ഒരുപാട് സാധ്യതയുണ്ട്. കാരണം ഒരു സിനിമാ നടി പറയുകയാണ് ഈ മുടി മുഴുവൻ ഈ എണ്ണ തേച്ച, ചുമ്മാ വെറുതെ വിഗ്ഗൊക്കെ വെച്ചിട്ടാണ് പറയുന്നത്. പുതിയ അമെൻമെൻറ്റ് വന്നിരിക്കുന്നു, അങ്ങനെ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാൻ, ഫോൾസ് അഡ്വർടൈസ്മെൻറ്റ് എന്നാണ് പറയുന്നത്, ചെയ്യാൻ പാടില്ല. അതുപോലെ കൺസ്യൂമർ കോടതിയിൽ പരാതി കൊടുക്കാൻ, ഞാനത് പറയുമ്പോൾ ഒരുപക്ഷെ വക്കീലന്മാർക്കെതിരായിട്ട് കൺസ്യൂമർ കോടതിയിൽ പരാതി കൊടുക്കാൻ ഒരു വക്കീലിൻ്റെ ആവശ്യം പോലും ഇല്ല. ഏതൊരാൾക്കും അവിടെ ഡയറക്റ്റ് പോയി പരാതി കൊടുക്കാം. പക്ഷേ പലപ്പോഴും അതിൻ്റെ പ്രൊസീജിയർ വെച്ച് നോക്കുമ്പോൾ ഒരു കക്ഷി കൊണ്ടൊരു കേസ് കൊടുത്താൽ അതിനെങ്ങനെ ഒബ്ജക്ഷൻ തയ്യാറാക്കണം, അതിനെ എങ്ങനെ കൗണ്ടർ ചെയ്യണം, എന്തൊക്കെ തെളിവുകളാണ് അതിന് എതിരായിട്ട് കൊടുക്കേണ്ടത്, ഇത് സാധാരണ മനുഷ്യർക്ക് അറിയാത്തതുകൊണ്ടാണ് കൺസ്യൂമർ കോടതികളെന്ന് പറയുന്നത് വക്കീലന്മാരുടെ ആവശ്യം വരുന്നത്. നിലവിൽ അതിൻ്റെ ആവശ്യം പോലുമില്ല. നമ്മുടെ ആവശ്യം എന്താണ്? ഞാൻ ഇന്ന സാധനം ഇന്ന ബില്ല് പ്രകാരം വാങ്ങിച്ചു, ടെലിവിഷൻ, AC, വാഷിംഗ് മെഷീൻ, അങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ വാങ്ങുമ്പോൾ കംപ്ലയിൻ്റ് ആവും. ഈ കംപ്ലയിൻറ്റ് പ്രോപ്പറായി നമ്മൾ കംപ്ലയിൻറ്റ് ഫോറത്തിൽ അറിയിച്ചാൽ അവർ വരത്തുപോലുമില്ല, സർവീസ് പോലും ചെയ്യത്തില്ല. അവരെ സംബന്ധിച്ച് 1000 പീസ് AC വിറ്റിട്ട് അതിലൊരു AC കംപ്ലയിൻ്റായി പരാതി കൊടുത്താൽ ആ പരാതി പുറത്തത് അതിനൊരു പുതിയ AC കൊടുത്താൽ നഷ്ടമൊന്നുമില്ല. പക്ഷെ അവർ തിരിഞ്ഞു നോക്കത്തില്ല. ഒരുപാട് മനുഷ്യർ കോടതികളിൽ കേസുമായിട്ട് നടക്കുന്നുണ്ട്. അത് പൈസയുടെ അല്ല, 20,000, 30,000, 40,000 രൂപയുടെ അല്ല, മറിച്ച് കബളിപ്പിക്കപ്പെടുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു വിഷമമാണ്. കാരണം പ്രൊഡക്റ്റാണ് കൊടുക്കുന്നത്, വിശ്വസിച്ചും ഗ്യാരണ്ടി കൊടുത്തും വാറണ്ടി കൊടുത്തും അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തും നമ്മളെ അതിലേക്ക് ഇൻഡ്യൂസ് ചെയ്തിട്ട് നമ്മളവിടെ പോയി ഇത് വാങ്ങുന്നതാണ്. അപ്പോൾ അത്തരം സാഹചര്യമുണ്ട്. അഴിമതി നിരോധന നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെയുണ്ട്. ഇപ്പോൾ ഈ ഇടയ്ക്ക് കണ്ടൊരു വാർത്തയാണ്, എൻ്റെ ഒരു അനുഭവമാണ് പറയുന്നത്. ഞാനൊരു പ്രോപ്പർട്ടി വാങ്ങുന്നു, അവിടെ സബ് രജിസ്ട്രാർ ഓഫീസുണ്ട്. അഴിമതി കൈക്കൂലി വാങ്ങാൻ പാടില്ല, കാരണം അവർക്ക് ശമ്പളം സർക്കാർ കൊടുക്കുന്നുണ്ട്. പക്ഷേ അവിടെ അത് കഴിയുമ്പോൾ രജിസ്ട്രേഷൻ കഴിയുമ്പോൾ പൈസ കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു കാശ് കൊടുക്കാൻ ഞാൻ തയ്യാറില്ല, കാരണം ശമ്പളം വാങ്ങിച്ചിട്ട് സർക്കാർ ഉദ്യോഗസ്ഥർ ചെയ്യുന്നത്. അപ്പോൾ എന്നോട് എനിക്ക് ആധാരം എഴുതിയ അല്ലെങ്കിൽ എനിക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങിച്ചെന്ന ആൾ പറഞ്ഞു സാർ വക്കീലാണ്, അവർ ചോദിക്കത്തില്ല, പക്ഷേ ഞങ്ങൾക്ക് വീണ്ടും ഇവിടെ ആധാരം രജിസ്റ്റർ ചെയ്യാവുള്ളൂ, ഞങ്ങളോട് അവർ ആ ദേഷ്യം കാണിക്കും. മനസ്സോടു കൂടി ഞാൻ ഈ ഏജൻറ്റിൻ്റെ കയ്യിൽ ചെറിയ പൈസ കൊടുത്തു, എനിക്ക് വസ്തു വാങ്ങിച്ചെന്ന ആളുടെ കയ്യിൽ കാശ് കൊടുത്തു. നിരാശപ്പെട്ടു, സങ്കടപ്പെട്ടു. കാരണം നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതിനൂടെ കൊടുക്കുക. അവർ ചെയ്തു തരുന്നത് സർവീസാണ്, നേരത്തെ പറഞ്ഞ പോലെ തൊഴിലാണ് ചെയ്യുന്നത്. അതിന് ശമ്പളം സർക്കാർ നല്ല ശമ്പളം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പോലും ആ കൈക്കൂലി നേരിട്ട് വാങ്ങുന്നില്ല, മറിച്ച് എന്താ ചെയ്യുന്നത്, ഒരു പെട്ടിക്കകത്ത് കൊണ്ടിടുക. മനസ്സ് വിഷമിച്ചാണ് അവിടെ നിന്ന് പോയത്. ഒരു മാസം കഴിഞ്ഞപ്പോൾ വാർത്ത അറിയുന്നു, സബ് രജിസ്റ്റർ ഓഫീസായ ആ സ്ത്രീയെയും ഈ കൈക്കൂലി വാങ്ങാനായിട്ട് പ്രേരിപ്പിച്ചുകൊണ്ടിരുന്ന സുഹൃത്തും പോലീസിൻ്റെ അറസ്റ്റിലാവുന്നു, വിജിലൻസ് അറസ്റ്റിലാവുന്നു. രക്ഷപ്പെടാൻ പോലും കഴിയാത്തൊരു സാഹചര്യമുണ്ട്. കാരണം മറ്റ് കേസുകൾ പോലെയല്ല. ഇത് പിടിക്കുന്ന സമയത്ത് പിടിക്കുന്ന നോട്ടുകൾ വിജിലൻസുകാരാണ് പിടിക്കുന്നതെങ്കിൽ അവർ ചില രാസലായനികളൊക്കെ ചേർത്ത് തേച്ച നോട്ടുകളാണ് കൊടുത്തു വിടുക. ഈ നോട്ട് കയ്യിൽ വാങ്ങിയാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ അംശം പറ്റും. ഇതൊരു ലൈനിയിൽ കൈ മുക്കിയാൽ കളറാവും. ആ വെള്ളം ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അയക്കുകയും ചെയ്തതോടുകൂടി ഫുൾ പ്രൂഫായി രക്ഷപ്പെടാൻ പോലും സാധിക്കത്തില്ല. അപ്പം സാധാരണ മനുഷ്യന് ജീവിക്കാൻ കഴിയുന്ന ഒരുപാട് നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ട നിയമങ്ങൾ പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, വിവരാവകാശ നിയമം. 20 വർഷമായി ഇന്ത്യയിൽ ആഘോഷിക്കപ്പെടുന്ന നിയമം. ഒരുപാട് അഴിമതി കഥകൾ പുറത്തു കൊണ്ടുവന്ന നിയമം. രാഷ്ട്രീയക്കാരും ഭരണാധികാരികളും ജനങ്ങൾ ഞങ്ങൾ ചെയ്യുന്നത് അറിയുന്നുണ്ടെന്ന് വിശ്വസിച്ച് മാന്യമായൊക്കെ കുറേ പേരെങ്കിലും തൊഴിൽ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്ന നിയമം, ഭയപ്പെടുത്തുന്ന നിയമം, ചിലരെ ഭയപ്പെടുത്തി കൊല്ലുന്ന നിയമം, ചിലരെ മിസ്യൂസ് ചെയ്യപ്പെടുന്ന നിയമം. പക്ഷേ ഇത് സാധാരണ മനുഷ്യർ അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയാണ്. മറ്റൊന്ന് റൈറ്റ് ടു സർവീസ് ആക്ട്, അവകാശമാണ്. എനിക്ക് സർവീസ് എന്ന് പറയുന്നത് എൻ്റെ അവകാശമാണ്. എനിക്ക് വേണ്ടി
ജോലി ചെയ്യാനാണ് ഞാൻ നിന്നെ അവിടെ ഇരുത്തിയിരിക്കുന്നത്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഞാൻ വാങ്ങുന്ന സാധനത്തിൽ നിന്ന് കിട്ടുന്ന ടാക്സാണ് നിൻ്റെ ശമ്പളം. അതുകൊണ്ട് സർവീസ് എന്ന് പറയുന്നത് എനിക്ക് നിൻ്റെ ഔദാര്യമല്ല, മറിച്ച് നിനക്ക് സമയത്തിന് തരാനുള്ളതല്ല, മറിച്ച് എൻ്റെ സമയത്തിന് കിട്ടാനുള്ളതാണ് എന്ന് ചിന്തിക്കുന്ന നിയമം. കൂട്ടത്തിൽ കൺസ്യൂമർ നിയമം കൂടെ പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ. മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് പിന്നീട് കാണാം. താങ്ക് യു സോ മച്ച്.